BJP ഫണ്ട് തട്ടിപ്പിൽ തെളിവുകൾ പുറത്തുവന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. പ്രധാന നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഫണ്ട് തട്ടിപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാനാണ് സംസ്ഥാന അധ്യക്ഷന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയിലെ പ്രധാനിയുടെ നോട്ടുകെട്ടുകൾക്കൊപ്പമുള്ള സെൽഫി, പാർട്ടിയുടെ ആത്മാവായ താമരചിഹ്നമുള്ള കൊടി വാങ്ങാൻ ലക്ഷങ്ങളുടെ വ്യാജ ബില്ല്, സാക്ഷാൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്കായുള്ള പ്ലക്കാർഡിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ്, സംസ്ഥാന സെക്രട്ടറിക്ക് 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന ശബ്ദ സന്ദേശം. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാം നടന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ മൂക്കിൻ തുമ്പത്ത്. തൃശൂരിലെ പണം നിറച്ച ചാക്കുകെട്ടുകളുടെ വെളിപ്പെടുത്തൽ വേറെ. അത് ഇന്ന് ചർച്ച ചെയ്യേണ്ട. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അതിന്ന് ശ്രദ്ധ തിരിക്കാനോ അതിന്ന് ശ്രദ്ധ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ കൃത്യമായി കമലേഷോട് പറഞ്ഞു. സ്വന്തം പാർട്ടിയിലെ തട്ടിപ്പിന്റെ തെളിവുകൾ നിരവധി പുറത്തു വന്നിട്ടും ഈ കണ്ടതാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. എല്ലാത്തിനും നല്ല നമസ്കാരം. എന്തോ അല്ല, ഇതിൽ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദേശീയ നേതൃത്വം നേരിട്ട് കണ്ടെത്തിയതാണ് BJP ഫണ്ട് തട്ടിപ്പ്. RSSും ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാനുള്ള കോർപ്പറേറ്റ് നീക്കമാണ് സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്നത്. എന്നാൽ കടുത്ത നടപടിയില്ലാതെ പിറകോട്ടില്ലെന്ന നിലപാടിലാണ് എതിർപക്ഷം. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോൾ, മീഡിയ 1.